ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖമൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ നോമ്പ് 15-ൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ പീസ് ഞാൻ തലേ ദിവസം കറി വയ്ക്കാൻ എടുത്തിരുന്നപ്പോൾ അതിന് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നു. നോമ്പ് സമയത്തൊക്കെ ചിക്കൻ കിട്ടുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ആ എല്ലിൻ്റെ കഷ്ണം മാത്രം ഇട്ട് കറി വയ്ക്കും, ബാക്കിയുള്ളത് എടുത്ത് വയ്ക്കും. എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് കൂടെ തന്നെ കുറച്ച് പത്തിരിക്ക് മാവൊക്കെ ഞാൻ കുഴച്ച് വാട്ടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ബോൾസ് പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്നൊരു 2 ഐറ്റംസ് ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കറി കേട്ടോ, അതായത് ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങും കൂടി കറി പത്തിരിക്കുള്ളത് അത് കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് പൊടിയൊക്കെ വാട്ടാൻ നിന്നത്. പിന്നെ ഇതാ ഞാൻ ആ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ചെറുതാക്കി എടുത്തിട്ടുള്ളത്. സബോള കുഞ്ഞതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ സബോള നല്ലോണം മുരിഞ്ഞ് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മുരിക്കുക, നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പത്തിരിക്ക് ബോൾസ് ആക്കിയല്ലോ, അതൊന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഓരോന്ന് പത്തിരിയാക്കി പരത്തിയെടുത്തു കേട്ടോ. ഒരുപാട് കനം കുറയാൻ പാടില്ല, കുറച്ച് കനം വേണം കേട്ടോ. ഇപ്പം ഞാൻ 2-3 പരത്തിയതൊക്കെ കുറച്ച് കനം കുറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ കുറച്ച് കനത്തോട് കൂടിയിട്ട് വേണം പരത്താൻ. എന്നിട്ട് 1 സ്പൂണ് ഈ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, കോഴിയും സബോളയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മടക്കി അങ്ങോട്ട് എടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിക്കൊക്കെ മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് കേട്ടോ മടക്കി എടുത്തിട്ടുള്ളത്. കോഴിയട എന്ന് പറയും, മലബാർ ഭാഗത്തെ ഒരു സ്നാക്സാണല്ലേ ഇത്. അപ്പോൾ നമുക്കിത് പൊരിച്ചിട്ടും ഉണ്ടാക്കാം, ആവി കയറ്റിയിട്ടും ചെയ്തെടുക്കാം അല്ലേ. ഞാനപ്പോൾ ഇന്ന് ആവി കയറ്റിയിട്ടാണ് കേട്ടോ ചെയ്താൻ പോണത്. അപ്പോൾ ഞാനിത് ഇഡലി പാത്രമൊക്കെ വെച്ച് കൊടുത്തു, അതിൽ ഞാൻ പുഴുങ്ങി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു വാഴൻ്റെ വെച്ച് കൊടുത്താൽ ഒട്ടലില്ലാതെ കിട്ടണ്ട. ഞാൻ ആ സംഭവം മറന്നു പോയതാണ്. കുറച്ച് എണ്ണ മാത്രം ഒന്ന് തടവി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഞാൻ വെച്ച് കൊടുത്തു. അപ്പോൾ വെന്ത് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റിയത്. അത് ആവി കയറ്റം വെച്ചതിന് ശേഷം ഞാനിതാ പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പ്രസ് പത്തിരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതാണല്ലോ, അപ്പോൾ ഒരു 3 എണ്ണമൊക്കെ വെച്ചിട്ട് ചുടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ജ്യൂസ് ഐറ്റംസ് വേറെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് തണ്ണിമത്തനുണ്ട്, അത് മാത്രം ഇന്ന് ജ്യൂസ് അടിക്കുന്നുള്ളൂ. പിന്നെ പൊരിക്കടിയൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ കുറേ ദിവസം അടുപ്പിച്ച് വറുത്തതും പൊരിച്ചതൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഇനി അതിനൊക്കെ ഒരു റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. മക്കൾക്ക് വലിയ തൃപ്തിയൊന്നും ഇല്ല കേട്ടോ. വൈകുന്നേരം ആയതും ഇന്നെന്താ എണ്ണക്കടി, അതാണ് അവരുടെ ആദ്യത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇതുപോലും കിട്ടാതെ ഒരുപാട് പേര് നോമ്പ് തുറക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്നും ഈ എണ്ണക്കടി എന്നൊന്നും പറയരുത്, ആർഭാടമായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. മാത്രമല്ല അത് ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ല. എന്നും എണ്ണക്കടി നമുക്ക് കഴിക്കാൻ പാടില്ല. ഇടയ്ക്കൊക്കെ ഇതുപോലെ ആവി വേവിച്ചതും ഫ്രൂട്ട്സുകളും നല്ലോണം കഴിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലിതാ വന്ന് തണ്ണിമത്തനൊക്കെ എടുത്തിട്ടൊന്ന് ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് വീഡിയെടുത്തപ്പോൾ അവനക്ക് ഒരുപാട് അങ്ങോട്ട് നാണമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുന്തിരി ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് ഈ മുന്തിരി പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കോഴിയുടെ 1-2 പൊട്ടിപ്പോയിട്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാതിരിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൻകുട്ടി നോമ്പൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ഗ്ലാസ് ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.